അസുഖം എന്ന് പറയുന്നത് കവാസാക്കി ഡിസീസ് വിത്ത് ഡയലേറ്റഡ് കൊറോണറീസ് എന്ന് പറയും. ഇവിടെ മെഡിക്കൽ ഫീൽഡിലുള്ളവർക്കൊക്കെ അറിയാം എന്താണ് കവാസാക്കി ഡിസീസ് എന്ന് പറഞ്ഞാൽ. ആക്ച്വലി നമ്മുടെ ഹൃദയ വാൽവിൻ്റെ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട ഒരു അസുഖമാണ് കവാസാക്കി ഡിസീസ് എന്ന് പറയുന്നത്. ആക്ച്വലി ഇത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ 1000 നെറ്റിലൊക്കെ നോക്കി അറിയാം, ഇന്ത്യയിൽ തന്നെ 100 കുട്ടികൾക്ക് മാത്രമേ ഈ അസുഖം വരാറുള്ളൂ. റിസ്ക് ഫാക്ടേഴ്സ് ഒരുപാട് റിസ്ക് ഫാക്ടേഴ്സ് ഉള്ളൊരു അസുഖമാണ് ഈ കവാസാക്കി ഡിസീസ് എന്ന് വെച്ചാൽ. ഓക്കെ, അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും എന്താ ഈ സാഹചര്യം, ഇത് കണ്ടുപിടിക്കാനുള്ള സാഹചര്യം എന്ന് വെച്ചാൽ അതും ഒരു അത്ഭുതമാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞിന് പനി മാറുന്നില്ല. പല ഹോസ്പിറ്റൽസ് ഞാൻ മാറി കാണിച്ചു. ഞങ്ങൾ ഒരുപാട് ഹോസ്പിറ്റൽസ് കൊണ്ടുപോയി. ഈ ലാസ്റ്റ് പോയ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ തിരുവല്ലയിലെ ബിലിവേഴ്സ് എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റൽ ഉണ്ട്, അവിടെയായിരുന്നു കാണിച്ചത്. അതിനു മുൻപ് ഏകദേശം ഒരു 4-5 ഹോസ്പിറ്റൽസോളം ഞങ്ങൾ കുഞ്ഞിനെ കൊണ്ടുപോയി. എന്നിട്ടും ഒരു സ്ഥലത്തും അവൾക്കൊരു രോഗശാന്തി കിട്ടുന്നില്ല. അവൾ എന്താ പറയുക, ഡിസ്ചാർജ് ചെയ്യുന്നു, 3 ദിവസം കഴിയുമ്പോൾ വീണ്ടും അസുഖം വരുന്നു. അങ്ങനെ വന്നു. അപ്പോൾ ഞാൻ മാതാവിനോട് ശക്തമായിട്ട് പ്രാർത്ഥിച്ചു, മാതാവേ, ഞാൻ ഉടമ്പടി എടുത്തിട്ടുള്ള ആളല്ലേ, എൻ്റെ മോൾക്ക് ഇങ്ങനെ ഒരു അസുഖം വന്നല്ലോ. അപ്പം ആൾക്കാർ ചോദിക്കില്ലേ, ഉടമ്പടി എടുത്തിട്ടുള്ള വ്യക്തിയല്ലേ, നിനക്കെന്താ ഇത്ര ദുരിതങ്ങളൊക്കെ വരിക, നിൻ്റെ കുഞ്ഞിനെന്താ ഇത്ര ദുരിതങ്ങൾ വരിക എന്നുള്ളൊരു ചോദ്യം മറ്റുള്ളവരിൽ നിന്നുണ്ടാവില്ലേ. സോ ഇതൊന്ന് മാറ്റി തന്നൂടെ എന്ന് ഞാൻ ശക്തമായിട്ട് മാതാവിനോട് പ്രാർത്ഥിച്ചു.